അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സിംഗപ്പൂരാണ്. സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടാണ്. ഭയങ്കര നല്ലൊരു എയർപോർട്ടാണിത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടെർമിനൽസ് ഉണ്ട്. ടെർമിനൽ 1, 2, 3, 4 ആണുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരു സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെട്രോ പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റാണ് സ്കൈ ട്രെയിൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ടെർമിനലിൽ നിന്നും അടുത്ത ടെർമിനലിലേക്ക് മൂവ് ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണത്. നമുക്ക് ഈ സ്കൈ ട്രെയിൻ യൂസ് ചെയ്തിട്ട് വെറും 3 മിനിറ്റ്സ്, മാക്സിമം 3 മിനിറ്റ്സാണ് അതിനുള്ളിൽ നമുക്ക് ഒരു ടെർമിനലിൽ അടുത്ത ടെർമിനലിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്നുമല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയായിരിക്കും, പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും. ചാങ്ങി എയർപോർട്ടിലുള്ള ഒരു ഭയങ്കര ഒരു സെറ്റപ്പ്, ഒരു റെയിൻ വോർട്ടെക്സ് എന്നാണ് ഞാൻ പറയുന്നത്. റെയിൻ വോർട്ടെക്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെയിനാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു റെയിൻ, ഒരു ലൂപ്പ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വോർട്ടെക്സിലൂടെ വെള്ളം ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റുമുള്ള മരങ്ങൾ ഇതൊക്കെ കണ്ടോ, ചെടികൾ കണ്ടോ, തൗസൻഡ്സ് ആൻഡ് അതിനേക്കാളും കൂടുതൽ എത്രയും ഉള്ള സ്പീഷീസാണ് അവിടെ ഉള്ളത്. ഒരുപാട് ചെടികൾ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയല്ലേ ഇവർക്ക് ഇങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? ഭയങ്കര അടിപൊളി സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അതുപോലെ എയർപോർട്ടിൽ ഓരോ സെറ്റപ്പും ഭയങ്കര പെർഫെക്റ്റാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ സ്കൈ ട്രെയിനിൻ്റെ ഇൻസൈഡ്. നമ്മുടെ മെട്രോ പോലെയൊക്കെ തന്നെയാണ്. ഇത് ഒരു മോളുണ്ട്, അതിന് ജ്വൽ എയർപോർട്ടാണത്. ജ്വൽ എയർപോർട്ട്, സിംഗപ്പൂർ ജ്വൽ എയർപോർട്ടാണ്. അതിനായിട്ട് റിലേറ്റ് ചെയ്തൊരു മോളുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ സ്കൈ ട്രെയിൻ പോകുന്ന വഴി. ഇപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ മാത്രമല്ല കേട്ടോ, ഈ സ്കൈ ട്രെയിനകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് ടെർമിനൽ 2ലേക്ക്, ഞാനിപ്പോൾ ടെർമിനൽ 3യിൽ നിന്ന് ടെർമിനൽ 2ലേക്ക് മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്ത സമയത്താണ് ഇത് എടുത്തത്, ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ ആക്ച്വലി കൊറിയയിലേക്കാണ്, സൗത്ത് കൊറിയയിലേക്ക് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു ഇതായിരുന്നു, ലേ ഓവറാണ് സിംഗപ്പൂർ ഉണ്ടായിരുന്നത്. സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിലാണ് ലേ ഓവർ. പക്ഷേ ലേ ഓവർ പീരിയഡ് എന്ന് പറഞ്ഞാൽ 16 hours ആയിരുന്നു കേട്ടോ. 16 hours, 16 മണിക്കൂറാണ് എനിക്ക് അവിടെ ലേ ഓവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് ഈ റെയിൻ വോർട്ടെക്സ് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആഗ്രഹം. അപ്പോൾ ട്രാൻസിറ്റ് ഫീസ് ഇല്ലാതെ ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇത് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുറത്താണ്, അതിൻ്റെ എയർപോർട്ടിന് പുറത്തായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിറ്റ് ഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാനത് വിഷമിച്ചു. എന്തായാലും എനിക്ക് റെയിൻ വോർട്ടെക്സ് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയോ ബൈ ചാൻസ് ഞാൻ എല്ലാ ടെർമിനലിലേക്കും മൂവ് ചെയ്തു. ഒരു ടെർമിനലിൻ്റെ അടുത്ത ടെർമിനലിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് T2 നിന്ന് T3യിലേക്ക് പോകുന്ന വഴിക്കാണ്, T3 നിന്ന് T2യിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ റെയിൻ വോർട്ടെക്സ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി ഒന്നും കൂടെ T3 നിന്ന് T2യിലേക്ക് പോയി തിരിച്ച് 2 പ്രാവശ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയി. കണ്ടോ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെയാണെന്ന് അറിയില്ല ഇവർക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും സോ ബ്ലെസ്ഡ്. ഇങ്ങനെ ഒരു ഇത് കാണാനും ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റിയതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഒരുപാട് ബ്ലെസ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈഫിൽ നമുക്കിതൊക്കെ എന്തായാലും 1 ടൈമെങ്കിലും കാണണ്ടേ ഗൈസ്. കാണാതെ പോകേണ്ടി വരുമോ എന്ന് അത്രയും വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും കണ്ടത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് പറയണേ.